ഹായ്, നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും പ്രശസ്ത സംഗീത സംവിധായകൻ ജോയ് നന്ദനം സാറിന് അല്ലെങ്കിൽ ജോയ് നന്ദനം സാറിൻ്റെ കൂടെ ഒരു ഈസ്റ്റർ ആഘോഷം പങ്കുചേരാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ ഈസ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ജോയ് നന്ദനത്തിന് നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സന്തോഷം ജോയ് ചേട്ടനോട്, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷം. ഞാനിപ്പോ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ഇപ്പൊ അറിയാം, ഗൾഫ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, അതിലുപരി നമ്മളുടെ നാട്ടിലുള്ള പ്രവാസികളായ ആളുകളുടെ നാട്ടിലുള്ള കുടുംബക്കാര്, മക്കള്, ഭാര്യ, അവരുടെ വ്യാപരാധികള്, വിഷമങ്ങള്, സങ്കടങ്ങള്. അപ്പൊ ഇപ്രാവശ്യത്തെ ഈസ്റ്ററിനെ കുറിച്ച് ചോദിച്ചതിന് എന്താണ്? അല്ല, എപ്പോഴും നമ്മള് ഈസ്റ്റർ ആയിരുന്നാലും എന്താ പറയുന്നത്, നമ്മള് ഓണമായിരുന്നാലും എന്താ പറയുക, പെരുന്നാളായിരുന്നാലും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു മലയാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ളൊരു ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഈസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ദുഃഖത്തിലാണ്. എന്നാൽ അതൊന്നും നമ്മളൊന്നും ഒഴിവാക്കിയിട്ടില്ല. കാരണം ഇത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പള്ളിയിൽ ആർക്കെങ്കിലും പോകാനോ അല്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥന ചെയ്യാനോ ഉള്ള യാതൊരു സൗകര്യങ്ങളും ഇന്നത്തെ ദിവസം വരെ ഉണ്ടായിട്ടില്ല. കാരണം ഈസ്റ്റർ ആഘോഷിക്കുന്നു, എല്ലാവരും ആഘോഷിക്കുന്നു, അത് വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു മത വിഭാഗമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്ന കുവൈറ്റിലാണ്. താങ്കളും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ജീവിക്കുന്ന ഇന്ത്യയിലായിരിക്കാം, ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊന്നും അതിനെ കുറിച്ചൊന്നും നമുക്കൊരു ശരിക്കുള്ളൊരു തീരുമാനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അത്രത്തോളം വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഈ ലോകരാഷ്ട്രങ്ങൾ, പശ്ചിമേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നാളെ എന്താണെന്നുള്ളത് നമുക്ക് ആവാഹിക്കാനോ ഗണിക്കാനോ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റർ ആഘോഷിച്ചവരുണ്ട്, പെരുന്നാൾ ആഘോഷിച്ചവരുണ്ട്, ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റർ ആഘോഷിക്കേണ്ട അവർ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇന്നലെ ഞാൻ കേട്ടതാണ്, എനിക്ക് കൂടുതൽ അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നും പള്ളിയിൽ, ഇവിടെ ഇന്നും ക്രിസ്ത്യൻ പള്ളിയിലൊന്നും ആർക്കും പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കാരണം അവിടെ എങ്ങും അനുവദിക്കുന്നില്ല. അത് നമ്മുടെ ഗവൺമെന്റാണ് ആ ഒരു കാര്യത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ 4 ആൾ 5 ആൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവനെയാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത്, കുവൈറ്റിലാണ്, ഞാനിപ്പോ ജീവിക്കുന്ന കുവൈറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് കുവൈറ്റിലുള്ള എന്താ പറയുക, മിനിസ്ട്രി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, സേനാ വിഭാഗങ്ങളെല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ ജനങ്ങളെ, നമ്മൾ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെ മാത്രമല്ല, ഓരോ ജനങ്ങളെയും അത്ര രീതിയിൽ ഓരോ വ്യക്തികളെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് കുവൈറ്റ് സേന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങളില്ലാതെ ജീവഹാനിയും ഉണ്ടായത് 1-2 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ സേന, നമ്മുടെ കുവൈറ്റ് ആർമി, അവര് നമ്മളെ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നമ്മള് സന്തോഷത്തോടുകൂടി, നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കാണെങ്കിലും സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ അധികം വലിയ സങ്കടങ്ങളില്ലാതെ അവർക്ക് ഈ ഈസ്റ്റർ ആഘോഷിക്കാം. പിന്നെ മാധ്യമങ്ങള് അവരുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. അതിന് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം അവരുടേതായ വഴിക്ക് പോകുന്നതാണ്, അവരുടെ റേറ്റിംഗ്. അല്ല, മാധ്യമങ്ങള് അവര് ഒരുപാട് കാര്യങ്ങള്, അനാവശ്യ കാര്യങ്ങള് ഒത്തിരി പറഞ്ഞ് ഇപ്പൊ മാധ്യമങ്ങൾക്ക് വിലക്ക് വെച്ചേക്കുക. കാരണം അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എനിവേ, അത് എന്തായാലും യുദ്ധം ഒരു വഴിക്ക് പോകട്ടെ, അത് അതിൻ്റെതായ രീതിയിൽ പോട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈസ്റ്ററായിട്ട് ജോയ് ചേട്ടന് ഏതാണ് അവർക്ക് വേണ്ടി നല്ല മധുരമായ ഒരു ഗാനം ജോയ് ചേട്ടനെ 2 വരി, അധികമൊന്നും വേണ്ട, 2 വരി ഈസ്റ്ററിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഗാനം ജോയ് ചേട്ടന്റെ മനസ്സിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതില് എന്താ പറയുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. രണ്ടുപേര് അവരുടെ ഈ ഒരു സംഘർഷത്തിന്റെ സമയത്ത്, ഈ മനസ്സിലുള്ള ഈ വിഷമത്തിന്റെ സമയത്ത് അവർക്ക് അവരുടെ മനസ്സിന് ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ചെറിയ ഒരു 2 വരികള് ജോയിച്ചേട്ടന്റെ മനസ്സിൽ. നമ്മളിപ്പോ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ താങ്കൾ ഉൾപ്പെടെ മീഡിയ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും ഏതെങ്കിലും ജോയിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, പഴയതാണോ പുതിയതാണോ, ജോയിച്ചേട്ടൻ ചെയ്ത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും നമ്മുടെ കേൾവിക്കാർക്ക്, ശ്രോതാക്കൾക്ക് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാനുള്ളത്. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമില്ലാതാരുമില്ലേ, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, അങ്ങനെ പോകുന്നൊരു പാട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരല്ലേ. ഇതിപ്പോ ഇത് എല്ലാവർക്കും ഇത് തന്നെയാണ്. കുഞ്ഞുനാളിൽ ഇതിപ്പോ ഈ ജാതിയും മതമൊന്നുമല്ല ഇത് പറയുന്ന. ഈ വരികൾ എഴുതിയിരിക്കുന്നത് ആരായിരുന്നാലും ഒരു ഭയങ്കര സംഭവമാണ്. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, എന്റെ കുഞ്ഞെ നിന്റെ സ്നേഹം മറന്നിടല്ലേ, ദൈവമില്ലാതാരുമിന്നേ രക്ഷിക്കാനുള്ളൂ. പെട്ടെന്ന് പറഞ്ഞോണ്ട് എനിക്ക് പക്ഷെ എന്നാലും ആ വരികൾ ഉണ്ടല്ലോ, ഈ വരികൾ കേൾക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ട് കേട്ടുള്ള വ്യക്തികളെല്ലാം ഈ വരികളിലേക്ക് എന്താ പറയാ ഉള്ളിലേക്ക് കടന്നു പോകും. അത്രയും മനസ്സിനെ സ്പർശിക്കുന്ന വരികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പാട്ട് കൂടി ഞാൻ ഈ സാഹചര്യത്തിൽ പാടാൻ പറ്റിയ മനോഹരമായ പാട്ടും കൂടിയാണ്. സത്യം നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഇന്റർവ്യൂ അല്ല അറേഞ്ച് ചെയ്യണ്ട. ഇങ്ങനെ പെട്ടെന്ന് വന്ന ഈ സാഹചര്യത്തില് ഈ യുദ്ധത്തിന്റെ ഭീഷണി, അതുമാതിരി തന്നെ എല്ലാവർക്കും വളരെയധികം സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് പാടാൻ പറ്റിയ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഗാനം തന്നെയാണത്. ദൈവത്തെ മറന്ന് കുഞ്ഞ് ജീവിക്കരുത്. ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ആരായിരുന്നാലും എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു വാക്ക് മാത്രം, ഒറ്റ വാക്ക്, ദൈവത്തെ മറന്ന് കുഞ്ഞ് ജീവിക്കരുത്. അതന്നെ. ആ ഒരു വാക്ക് ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് ജോയിച്ചേട്ടന് നൽകാൻ സാധിച്ച ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഉപദേശം അല്ലെങ്കിൽ അനുഗ്രഹം. എനിക്കറിയില്ല, അതിന് പറയാൻ വാക്കുകളില്ല. എൻ്റെ ഈ ചാനലിൽ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരേ ഒരു എന്താ പറയാ ഒരേ ഒരു അഭ്യർത്ഥനയുള്ള അല്ലെങ്കിൽ ഒരേ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷ, ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുത്. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ അതേ വാക്കായിരിക്കാണ് ഇത് ഇപ്രാവശ്യത്തെ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് ജോയിച്ചേട്ടന് നൽകാൻ പറ്റിയ ഏറ്റവും വലിയൊരു സന്ദേശമായിരിക്കും ഈ. അല്ല, ഈസ്റ്ററിന് മാത്രമെന്ന് പറയാൻ പറ്റില്ല. ലോകത്തുള്ള എമ്പാട് ലോകത്തിലുള്ള എല്ലാവർക്കും, അതായത് ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഹിന്ദു ആയിരുന്നാലും മുസ്ലിമാനായിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും അവർ ഒറ്റ വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണ്? ദൈവത്തെ മറഞ്ഞു കുഞ്ഞേ ജീവിക്കരുത്. ദൈവത്തെ അതാണ് അതിന്റെ കാര്യം. എന്നാണ് എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി എന്തായാലും ജോയിച്ചേട്ടന്റെ ഞാൻ ഇതിൽ ചോദിക്കാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോയിച്ചേട്ടന്റെ പുതിയ പ്രൊജക്ടുകൾ ഏതെങ്കിലും? പുതിയ പ്രൊജക്ടുകളുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക, ഖത്തറിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കൊടുത്തിട്ടില്ല. കാരണം അവിടെയും പ്രശ്നമാണല്ലോ. അപ്പൊ ഖത്തറിൽ നിന്നുണ്ടായിരുന്നു, ദുബായിൽ നിന്നുണ്ടായിരുന്നു. ദുബായിലുള്ളത് അവര് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അവർ സേഫാണ്. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് പറയുന്നത്, സാറത് ചെയ്തോളൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രൊജക്ടുകളുണ്ട്, വർക്കുണ്ട്. ഇപ്പൊ ഒത്തിരി പാട്ടുകൾ ഞാൻ ചെയ്തു വെച്ചേക്കാണ്. കാരണം ആരെയും കൊണ്ട് പാടിക്കാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. പിന്നെ സ്പോൺസർമാര് അവർക്കും ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും ഈ ഒരു സാഹചര്യത്തില് ഒമാൻ, ഖത്തർ, അവിടെ നിന്നൊക്കെ ഞാൻ പലതരത്തും പോയിട്ടുള്ളതാണ്. ഇവിടെ ഈ സംഗീതപരമായിട്ട് ഞാൻ പലതരത്തും പോയിട്ടുണ്ട്. ഖത്തറിൽ പോയിട്ടുണ്ട്, ഒമാനിൽ പോയിട്ടുണ്ട്, ദുബായില് പോയിട്ടുണ്ട്, അബുദാബിയിൽ ഞാൻ പോയിട്ടില്ല. അബുദാബിയിൽ പോകണം. എൻ്റെ കസിൻസ് ഒക്കെ കൂടുതലുള്ള അബുദാബിയില്. പക്ഷെ അവരെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്ത് ചെയ്താലും
നമ്മളൊന്നും വലിയവനല്ലെന്നേ, നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞത് ഞാനും വിദ്യാരംഗ മാഷൊക്കെ സംസാരിച്ച കണക്ക്, എടാ നീ പാട്, നീ ചെയ്യ് എന്ന് പറഞ്ഞ് വിദ്യാരംഗ മാഷ് തന്നെയാണ് എനിക്കൊരു സോങ് തന്നിരിക്കുന്നത്. അത് ശരിയാ. അത് ആ പാട്ടാണ്. കണ്ണാ നിനക്കെന്റെ നാദത്തിൻ പൂക്കളാൽ നൽകുന്നു ഞാനൊരു സ്വരദക്ഷിണ. വിദ്യാരംഗ മാഷ് ചെയ്യേണ്ട പറയും. ആ എഴുതിയ ആളുടെ അടുത്ത് വരണ്ട, പിന്നെ ആലപ്പുഴ ചേർത്തല. ഗംഭീര വരികളാ. അയ്യോ, അജിത്തിന്റെ വരികളെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വരികളാണ്. പക്ഷെ എവനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ള. അത് ശരി, ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ്. എത്ര പാട്ട് അജിത്തിന്റെ പാട്ടുകൾ ഞാൻ ചെയ്തിരിക്കുന്നു. ഗംഭീര വരികൾ. ആ വരികള് നല്ലൊരു, അയ്യോ ഒരു രക്ഷയില്ല. അജിത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവന്റെ ഫാമിലി ആയിരുന്നാലും, അവന്റെ അമ്മയായിരുന്നാലും, അച്ഛനില്ല, അമ്മയുണ്ട്, വൈഫായിരുന്നാലും, കുഞ്ഞു മക്കളുണ്ട്, എല്ലാവരും ഞാൻ വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല അവനെ. ഞാനും എന്റെ കുടുംബമായിട്ട് അജിത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ പോകുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി ചേർത്തല ഇറങ്ങിയിട്ടൊന്ന് കാണാമെന്ന് പറഞ്ഞ് പോയിട്ട് അവനെ കാണാൻ പറ്റില്ല. അപ്പൊ അവന് സുഖമില്ലാതെ ആശുപത്രി കിടക്കും. അതാണ് രസം. ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ജോയിച്ചേട്ടാ, നമുക്ക് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. എന്തായാലും ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിനോട് ജോയിച്ചേട്ടന്റെ വലിയൊരു എന്താ പറയാ ഉപദേശം അത് കിട്ടിയതില് സന്തോഷം. ഹാപ്പി ഈസ്റ്റർ. അതുപോലെ തന്നെ ജോയിച്ചേട്ടൻ പറഞ്ഞ ആ ഒരു വരികളുണ്ടല്ലോ, ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുത്. ആ ഒരു വാക്ക് ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്ററിന് നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയാം. അതുപോലെയാണ് അത്, ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുത്. എന്തായാലും ഒരുപാട് സന്തോഷം ജോയിച്ചേട്ടനെ കാണാൻ സാധിച്ചതിലും ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനും ഒത്തിരി സന്തോഷം. ഇനി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും 100% ഞാൻ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്വാസം നിലയ്ക്കോളം കൂടെ ഉണ്ടാവും. അതെനിക്ക് മാത്രമേ പറയാനുള്ളൂ. പ്രേക്ഷകരോട് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. കാരണം യു ആൾ ഓഫ് യു ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. കട്ട് ചെയ്ത